നമ്മൾ ഗാർഡനിൽ ചെടികൾ നനയ്ക്കുമ്പോൾ ഹോസിന്റെ വായ്ഭാഗം അല്പം മൂടി പിടിച്ചാൽ വെള്ളത്തിന്റെ സ്പീഡ് കൂടുന്നുണ്ടല്ലേ. ഇങ്ങനെ ദ്രാവകങ്ങളുടെയും വാതകങ്ങളുടെയും സ്പീഡും അവയുടെ പ്രഷറും തമ്മിലുള്ള റിലേഷനെ പ്രതിപാദിക്കുന്നതാണ് ബെർണോയിസ് പ്രിൻസിപ്പിൾ. സ്വിറ്റ്സർലാൻഡുകാരനായ ഡാനിയൽ ബെർണോയിയാണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രിൻസിപ്പിൾ എന്താണെന്നല്ലേ പറയാം. ഒരു പൈപ്പിലൂടെ വിസ്കോസിറ്റി ഇല്ലാത്തതും ഡെൻസിറ്റി മാറാത്തതുമായ ഒരു ഫ്ലൂയിഡ് സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും യൂണിറ്റ് വോള്യത്തിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെയും ആകെത്തുക ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും എന്നതാണ് ബെർണോയിസ് പ്രിൻസിപ്പിൾ. നോട്ട് ദി പോയിന്റ്. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതിൽ വാതകങ്ങളും പെടും, ദ്രാവകങ്ങളും പെടും. ഇനി ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രഷറും അതിൻ്റെ സ്പീഡും പരസ്പരം വിപരീതാനുപാതത്തിലായിരിക്കും എന്നതാണ്. അഥവാ ഒരു ഫ്ലൂയിഡിൻ്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ പ്രഷർ കുറയുകയും സ്പീഡ് കുറയുകയാണെങ്കിൽ അവിടെ പ്രഷർ കൂടുകയും ചെയ്യും. ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ വരാം. അവിടെ ഹോസിൻ്റെ വായുഭാഗത്തിൻ്റെ ഏരിയ കുറക്കുമ്പോൾ കുറഞ്ഞ പ്രഷർ അനുഭവപ്പെടുന്നു. അത് കാരണമായാണ് അവിടെ വെള്ളത്തിൻ്റെ സ്പീഡ് കൂടുന്നത്. ബെർണോളിസ് പ്രിൻസിപ്പിളിന് ഇതല്ലാതെയും ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട്. യു ക്യാൻ ലീവ് ഇറ്റ് ഇൻ കമൻറ്റ് സെക്ഷൻ.